ഹേ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി ഒരു പി ജിയിൽ നമ്മൾ നിൽക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞതുപോലെ. അപ്പോൾ അതത്ര ഫെസിലിറ്റി കാര്യങ്ങളൊന്നുമില്ല, അതുപോലെ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ വിചാരിച്ച് ഇന്ന് തെണ്ടാൻ ഇറങ്ങാമെന്ന്. അതുപോലെ എനിക്ക് കിട്ടിയിട്ടുള്ള, ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അതിനെക്കുറിച്ച്, അത് ഞാൻ ചെയ്യാം. സോ എനിക്കിപ്പോൾ കറൻ്റ് കിട്ടിയിട്ടുള്ളത് കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഹൊസൂർ എന്ന് പറഞ്ഞിട്ടാണ് ഈ വീട് എടുത്തത് തന്നെ. അപ്പോൾ നമുക്ക് കൃഷ്ണഗിരി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നൊരു 1.5 മണിക്കൂർ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ വിചാരിച്ച് കൃഷ്ണഗിരി ആ ഒരു ഏരിയയിൽ സെറ്റിൽ ആവണതായിരിക്കും നമുക്ക് നല്ലത്. ഇവിടെ കൊടുങ്കാറ്റാണ് ക്ലൈമറ്റ്. അപ്പോൾ അവിടെ സെറ്റിൽ ആവണതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ. സോ നമ്മൾ വിചാരിച്ച് അവിടെ പോയി തന്നെ തെണ്ടി നോക്കാമെന്ന്. അങ്ങനെ അവിടെ നമ്മളെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഇവിടെ നിന്ന് പരിചയപ്പെട്ട ഫ്രണ്ട്സ്, പിന്നെ അതുപോലെ ഒരു സീനിയർ ഉണ്ട്. അപ്പം അവരെയൊക്കെ ഹെൽപ്പ് ചോദിച്ചിട്ട് നമുക്കിന്ന് തെണ്ടി വീട് കണ്ടുപിടിക്കാം. സക്സസ് ആവുമെന്ന് അറിഞ്ഞൂടാ, എന്തായാലും പോയി തെണ്ട. ഒന്ന് കൂട്ടി വായിച്ചു നോക്കൂ. ഇത് കൃഷ്ണഗിരി ആലിയ പറഞ്ഞാണ് കേട്ടോ, അതാ കൃഷ്ണഗിരി. നമ്മളിതാ അവസാനം കൃഷ്ണഗിരിയിലെത്തി. ഒരു 1.5 മണിക്കൂറിൻ്റെ ട്രാവലുണ്ട് നമ്മൾ നിൽക്കുന്ന അടുത്തുനിന്ന്. നല്ല രസമുണ്ട് അല്ലേ ആലിയ? നമുക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്, നല്ല വൈബുണ്ട്. ഇങ്ങനെ വീടൊക്കെ തപ്പി ഇറങ്ങണതേ കൊള്ളാം. ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം, അടിപൊളിയാണ്, കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ 2 ഫ്രണ്ട്സ് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സോ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്, അവരിപ്പോൾ വരും. എൻ്റെ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ദിവ്യ. ഹായ്. ഒരാളും കൂടെ ഉണ്ട്, വരൂ. ഇതാണ് സെൽവി. ഹായ്. അപ്പോൾ ഇവരാണ് ഇതിൻ്റെ അടുത്ത് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിലോട്ടാണ് ആദ്യം പോണത്. എന്നിട്ട് അവരിവിടെയുള്ള ഇതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നോക്കട്ടെ. ഇവിടെ അത്യാവശ്യം ചീപ്പാണെന്നൊക്കെയാണ് പറയണത്, നോക്കാം. ഇതാണ് ഇവർ സ്റ്റേ ചെയ്യണ വീട്. ഇത് ശരിക്കും മറ്റേ ഗ്രാമപ്രദേശം, ലൈക്ക് ചെന്നൈ സെറ്റപ്പ് പോലെ ഉണ്ട് പുറമൊക്കെ കാണാൻ. വെൽക്കം. താങ്ക് യു. ഓക്കെ. സോ ഇവിടെ നല്ല ഫെസിലിറ്റി ഉള്ള വീടാണ്, അതും ഭയങ്കര റേറ്റ് കുറവിൽ. നമ്മൾ നിൽക്കണ ആ പട്ടിക്കൂടിനെക്കാട്ടി എത്ര ബെറ്റർ എന്നറിയാവോ. അപ്പം നമ്മൾ ഇതേപോലത്തെ ഒരു സംഭവമാണ് നോക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് തന്നെ വരും. ഇതാ കുട്ടി കിച്ചൺ, വാവ്, അടിപൊളിയാണ്. സോ റൂം നമ്പർ 2. അപ്പോൾ നമ്മൾ അടുത്ത റൂം നോക്കുകയാണ്. ലൈക്ക് ഇവിടുത്തെ ഓണറിനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും. ഇവിടെ കാറ്റ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്, മെയിൻ കൃഷ്ണഗിരി ടൗണിലോട്ട്. അപ്പോൾ അവിടെ ഇന്നലെ ഒരു സീനിയറിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, മലയാളിയാണ്. സോ ആ ചേച്ചി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെയൊക്കെ നോക്കാനായിട്ട്. സോ അതും കൂടെ നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമ്മളിതാ ബസ് സ്റ്റാൻഡിലെത്തി. കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഒരു മലയാളി ചേച്ചി ഇന്നലെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അപ്പോൾ ആ ചേച്ചി ഇതവിടെ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ബസ് സ്റ്റാൻഡ്. ഞാൻ കൃഷ്ണഗിരിനെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്, ഒരു പട്ടിക്കാടെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അത്യാവശ്യം വലിയ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ആ ചേച്ചി നമുക്കൊരു സ്കൂട്ടി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇവിടെ വന്നിട്ട് ഞാൻ പിന്നെയും സ്കൂട്ടിയൊക്കെ ഓട്ടിക്കുമെന്ന്. അത് കുറച്ചും കൂടെ എളുപ്പമായി. ലൈക്ക്
അല്ലെങ്കിൽ നമ്മൾ നടന്ന് തെണ്ടേണ്ടി വരുമായിരുന്നു. ഇത് ചേച്ചിയും ചേച്ചിയുടെ ഫ്രണ്ടും കൂടെ വന്ന് പിന്നെ ചേച്ചിയുടെ സ്കൂട്ടി നമുക്കും തന്ന് അങ്ങനെ ഒരു 5-6 വീട് കാര്യങ്ങളൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിഞ്ഞൂടായിരുന്നു ഈ അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന്. അഡ്വാൻസ് വന്നിട്ട് 25-30K ഒക്കെ ആവുമായിരുന്നു. സോ ആ ഒരു കാര്യം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഇങ്ങനെ കുഷ്ക അങ്ങനെ എന്തൊരു റൈസ് പോലത്തെ സംഭവങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. ഒറ്റ ദിവസം കൊണ്ട് അധികം അങ്ങനെയൊന്നും കണ്ടില്ല. ഈ അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. സോ നമ്മളത് അവിടെ ഡ്രോപ്പ് ചെയ്ത്. തെണ്ടി നടക്കണേ വീടില്ലാതെ നല്ല എക്സ്പീരിയൻസ്. ആലി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇനി നമുക്ക് എല്ലാ നാട്ടിൽ പോയാലും തെണ്ടാൻ പറ്റുമെന്ന് മനസ്സിലായി. അതാണ് ഇതിൽ നമുക്ക് മനസ്സിലായ ഒരു പാഠം. നമ്മളതാ നടന്ന് മൈലാൻ്റെ അടുത്തെത്തി. എന്താവോ വീടില്ല ഗായ്സ്, വീടില്ല. അങ്ങനെ കൃഷ്ണഗിരി വിട്ടിട്ട് നമ്മൾ നേരെ പിന്നെ ഹൊസൂർ നമ്മുടെ പ്ലാന്റിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം നമ്മളിങ്ങനെ കണ്ട നമ്പറിലൊക്കെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. പക്ഷേ മെജോറിറ്റി ഓഫ് ആൾക്കാരും ഫാമിലിക്ക് മാത്രമേ വീട് പ്രൊവൈഡ് ചെയ്യണുള്ളൂ. ഒന്ന് ജെൻസ് ഹോസ്റ്റൽ അല്ലെങ്കിൽ ജെൻസ് PG അല്ലെങ്കിൽ പിന്നെ ഫാമിലിക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഗേൾസിന് കുറവാണ്. അങ്ങനെ നമ്മളെ അവസ്ഥ കണ്ടിട്ട് ഒരു ചേട്ടൻ മനസ്സോടെ ഒരു വീട് കാണിച്ചു തന്ന്. അപ്പം അതിൻ്റെയും ബാക്കിയൊക്കെ കുഴപ്പമില്ല, പക്ഷേ ബാത്റൂം അത്ര ഇതല്ല. പിന്നെ നമ്മൾ വിചാരിച്ച് എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ടൊക്കെ ആലോചിക്കാമെന്ന്. ഇപ്പം തന്നെ ടൈം വന്നിട്ടൊരു 7:30 കഴിഞ്ഞ കേട്ടോ. നമ്മളിങ്ങനെ വിചാരിക്കണം ഇനി എന്ത് ചെയ്യുമെന്ന്. അവസാനം നമുക്കൊരു സ്ഥലം ഒത്തു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഓട്ടോയിൽ കയറി വന്ന് എല്ലാം നമ്മളൊന്നും പാക്ക് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. എല്ലാം ഒരു 10 മിനിറ്റ് കൊണ്ട് വാരി കെട്ടി. അതിന് പാക്ക് ചെയ്യാൻ മാത്രമൊന്നുമില്ല, നമ്മളൊന്നും എടുത്ത് പുറത്ത് വെച്ചിട്ടില്ല. അവിടെ എടുത്ത് വയ്ക്കാൻ പറ്റിയ വേറെ ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം പെട്ടിക്കകത്ത് തന്നെയാണ് ഇരുന്നത്. അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങി. ഇതൊക്കെയായിരുന്നു നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ. സോ ഇപ്പോൾ പോണത് മൈലാൻ കമ്പനിയുടെ ഓപ്പോസിറ്റാണ് നമ്മൾ സ്റ്റേ നോക്കിയിട്ടുള്ളത്. അങ്ങനെ അവിടെ പോയി. അപ്പോൾ അവിടെ ബാക്കി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്തില്ല. ഇന്നലെ നല്ല ക്ഷീണമൊക്കെ ആയിരുന്നു. ഇവിടെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ കുറേ ടൈം എടുത്ത്. സോ ഇതാണ് നമ്മുടെ റൂം. കിട്ടിയപ്പം നേരത്തെ കിടന്നത് ഒരു സത്യമായ ഒരു പട്ടിക്കൂട് ഫെസിലിറ്റി ആയിരുന്നു. മീൻസ് ഒന്നുമില്ല, ഷെൽഫാ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് 2 ബെഡ് അടുപ്പിച്ചിട്ട് കയറി നിൽക്കാനുള്ള ഇതേ ഉണ്ടായിരുന്നുള്ളൂ, സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഒരു ഹോട്ടൽ ഫെസിലിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോഴാണൊന്ന് സെറ്റായത്. മീൻസ് ഇത്രയും നാൾ നമ്മളിപ്പം വേണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങണമല്ലോ, അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ നിന്നത്. 5 ദിവസത്തേക്കായിരുന്നു ആ ഒരു വീടും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ എത്തിയപ്പം ഈ ഫെസിലിറ്റീസ് കണ്ടതും പിന്നെ ഈ ഫെസിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പിന്നെ ഹീറ്റർ, വാഷിംഗ് മെഷീൻ, അങ്ങനെ കുറേ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇപ്പോഴാണൊന്ന് ഹാപ്പി ആയത്, പീസായത്. ബാൽക്കണിയൊക്കെ ഉണ്ട് ഇവിടെ, ഞാൻ കാണിച്ചു തരാം. കിച്ചൺ ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും കോമൺ പോലെയാണ് കിച്ചൺ കാര്യങ്ങളൊക്കെ. ഓ മൈ ഗോഡ്, ബാൽക്കണി. എനിക്ക് ഈ ബാൽക്കണിയൊക്കെയുള്ള ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ നിന്നിട്ടില്ല ബാൽക്കണിയുള്ള ഇതിലൊന്നും. വ്യൂ കാണിച്ചു തരാം. സോ അപ്പം നമ്മുടെ വീട് ഹണ്ടിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. നമ്മളിങ്ങനെ കുറച്ച് അവസാനമായപ്പോഴേക്കും വിചാരിച്ച് തെരുവിൽ പോയി കിടക്കേണ്ടി വരുമെന്ന്. ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഇവിടെ എത്തിയത്. അടിപൊളി, നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ ഓഫീസിൽ പോകാനായിട്ട് ടൈമായി. ഇപ്പോൾ ബസ് വരും. അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വിത്ത് ഫുഡ് പ്രൊവൈഡഡ് ആണ്. നമുക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞ്. കാരണം രാവിലെ നമ്മൾ ഇവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇറങ്ങും. പിന്നെന്താണ്, ഉച്ചയ്ക്ക് കമ്പനിയിൽ നിന്നാണ് ഫുഡ്. വൈകിട്ട് പിന്നെ രാത്രി എത്തുള്ളൂ. അപ്പം ഇങ്ങനെ പഴം പുഴുങ്ങിയതോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച്. സോ നമ്മൾ ഫുഡ് ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ല.
അപ്പോൾ അതൊക്കെ തന്നെ. സോ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.